ഹായ് ഡിയേഴ്സ്, ഞാൻ രാജേഷ് ഹരിദാസ്. +1 അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് സെഷന്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിക്ക എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഇക്വേഷൻ. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്? അത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താണ് അർത്ഥം? അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദ ഇക്കണോമിക് റിസോഴ്സസ് അല്ലെ. സ്ഥാപനത്തിൽ പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെ മുഴുവൻ നമ്മൾ എന്താ വിളിക്കുക? അസറ്റ്സ് എന്നാണ് വിളിക്കുക. ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അസറ്റ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിന് ഈക്വൽ ആണെന്ന്. അതിന്റെ അർത്ഥത്തേ ഉള്ളൂ, അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വന്തമാക്കുന്നത് ഒന്നുകിൽ ലയബിലിറ്റി വഴിയായിരിക്കും. എന്താ ലയബിലിറ്റി വഴി എന്ന് പറഞ്ഞാൽ? കടം വാങ്ങിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ക്യാപിറ്റൽ ഉപയോഗിച്ച് വാങ്ങിക്കുന്നതായിരിക്കും. എന്താ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? അതിന്റെ ഓണർ, സ്ഥാപനത്തിന്റെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നുകിൽ ക്യാപിറ്റൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കടമായിട്ടോ ആയിരിക്കും നമ്മൾ അസറ്റ്സ് വാങ്ങിക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ നമ്മൾ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ക്യാപിറ്റൽ എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ സാധാരണ ഈ ഒരു സോൾ ട്രേഡിംഗ് കൺസേണിലും പാർട്ട്ണർഷിപ്പിലൊക്കെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ പ്രോഫിറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് ചില ട്രാൻസാക്ഷൻസ് തന്നിട്ട് നമ്മളോടത് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് പ്രോബ്ലം. പ്രിപ്പയർ അക്കൗണ്ടിങ് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. നോക്കാം, ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻ വെച്ചുകൊണ്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതായത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ആ ഇക്വേഷൻ ശരിയാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ട്രാൻസാക്ഷൻ, അനിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. അനിൽ എന്ന് പറയുന്ന ആള് 1 lakh കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഓണറ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്ന ക്യാഷിനെ നമ്മൾ വിളിക്കുക എന്താ? ക്യാപിറ്റൽ എന്നാണ്. എന്താ വിളിക്കുക? ക്യാപിറ്റൽ എന്നാണ്. അപ്പൊ ക്യാപിറ്റല് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇത് എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനായിട്ട് എഴുതുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതില് നമുക്കറിയാം, ട്രാൻസാക്ഷൻ ഞാൻ എഴുതാൻ പോവാണ്. എന്താ? അനിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇതാണ് നമുക്ക് ട്രാൻസാക്ഷൻ. അപ്പൊ അനിൽ എത്രയാണ്? അസറ്റ് ആയിട്ടാണ് ഈ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ക്യാഷ് ആയിട്ടാണ് സ്ഥാപനത്തിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ ട്രാൻസാക്ഷനിൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്ഥാപനത്തിലേക്ക് ക്യാഷ് വന്നു, രണ്ട് സ്ഥാപനത്തിലേക്ക് ക്യാപിറ്റലും വന്നു അല്ലെ. അതായത് ക്യാഷ് ആയിട്ടാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. അപ്പൊ എന്ത് വന്നു? ക്യാഷ് വന്നു. അപ്പൊ നമ്മൾ അസറ്റ്സിൽ എഴുതി ക്യാഷ് 1,00,000 രൂപ ക്യാപിറ്റല് ക്യാഷ് ആയിട്ട് വന്നു. പിന്നെന്താ സ്ഥാപനത്തിലേക്ക് വന്നു? നമുക്കറിയാം ക്യാപിറ്റൽ ആണ്. അപ്പൊ ഈസ് ഈക്വൽ ടു ക്യാപിറ്റലിൽ നമ്മൾ എഴുതി 1 lakh. ഈ ട്രാൻസാക്ഷനിൽ രണ്ട് കാര്യങ്ങളും നമ്മൾ എഴുതി കഴിഞ്ഞു. ഒന്ന് ക്യാഷ് ആയിരുന്നു, മറ്റേത് ക്യാപിറ്റൽ ആയിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ക്യാഷ് അസറ്റ് ആണ്. അപ്പൊ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പൊ അസറ്റ് സൈഡിലും 1 lakh ആണ്, ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിലും 1 lakh ആണ്. അപ്പൊ ഈ ട്രാൻസാക്ഷൻ എന്താണ്? ട്രൂ ആണ്, ശരിയാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എഴുതാം നമുക്ക്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹20,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിൽക്കാനായി വാങ്ങുന്ന സാധനങ്ങളെയാണ് ഗുഡ്സ് എന്ന് വിളിക്കാറുള്ളത്. അത് എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷനിൽ എഴുതാൻ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് നോക്കാട്ടോ. ഓൺ ക്രെഡിറ്റ്, കടത്തിനാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ കടത്തിന് വാങ്ങുക. അപ്പൊ ഗുഡ്സ് വാങ്ങുക എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മളത് ഒരു എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. പക്ഷെ അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതുമ്പോൾ ഗുഡ്സ് വാങ്ങുമ്പോൾ
നമ്മൾ സ്റ്റോക്ക് വന്നതായിട്ടാണ് കണക്കാക്കുക. എന്തുകൊണ്ടായിട്ടാണ് കണക്കാക്കുക? സ്റ്റോക്ക് വന്നതായിട്ടാണ് കണക്കാക്കുക. കാരണം ഇതിൽ എക്സ്പെൻസും ഇൻകം എഴുതാനുള്ള എന്തില്ല, സ്പേസ് ഇല്ല. അപ്പോൾ ഗുഡ്സ് വാങ്ങുമ്പോൾ നമ്മൾ അത് സ്റ്റോക്ക് വരുന്നുണ്ട് സ്ഥാപനത്തിലേക്ക്. സാധാരണ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ വിൽക്കാതെ ബാക്കി വരുമ്പോഴാണ്. പക്ഷെ ഇവിടെ സ്റ്റോക്ക് വന്നതായിട്ടാണ് കണക്കാക്കുക. അപ്പൊ നമ്മൾ എന്തെഴുതും? നമ്മളൊരു പുതിയ അസറ്റ് ഇവിടെ വന്നു. ആ അസറ്റിന്റെ പേരാണ് സ്റ്റോക്ക്. എത്ര രൂപ സ്റ്റോക്ക് വന്നു? 20,000 ഗുഡ്സ് ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ 20,000 സ്റ്റോക്ക് വന്നു. 20,000 ഗുഡ്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 20,000 സ്റ്റോക്ക് വന്നു. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഗുഡ്സ് മേടിച്ചിട്ടുള്ളത് ക്രെഡിറ്റിനാണെന്ന് പറഞ്ഞു. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കടാണ്, ക്യാഷ് പോണില്ല. അപ്പൊ ക്യാഷ് പോവാത്തത് കൊണ്ട് നമുക്കൊരു ലയബിലിറ്റി, നമുക്കറിയാം ഗുഡ്സ് കടത്തിന് വാങ്ങുമ്പോൾ നമ്മളറിയാം നമ്മളൊരാൾക്ക് പൈസ കൊടുക്കാനുണ്ടാവും അല്ലെ, ഏതെങ്കിലും ഒരു സപ്ലയർക്ക് പൈസ കൊടുക്കാനുണ്ടാവും. അങ്ങനെ ഒരു സപ്ലയർക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ സപ്ലയറെ നമ്മൾ വിളിക്കാറുള്ളത് ക്രെഡിറ്റേഴ്സ് എന്നുള്ളതാണ്. എന്താ സപ്ലയറെ നമ്മൾ വിളിക്കാറുള്ളത്? ക്രെഡിറ്റേഴ്സ് എന്നുള്ളതാണ്. അത് അയാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള തുകയാണ്. അങ്ങനെ തിരിച്ചു കൊടുക്കാനുള്ളതിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയാറുള്ളത്. അപ്പൊ അവിടെ ഒരു പുതിയ ലയബിലിറ്റി ഉണ്ടായി. ആ ലയബിലിറ്റിയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ ക്രെഡിറ്റേഴ്സ്. എന്താ ലയബിലിറ്റിയുടെ പേര്? ക്രെഡിറ്റേഴ്സ്. എത്ര രൂപ ലയബിലിറ്റി ഉണ്ടായി? 20,000. ക്യാപിറ്റലിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പൊ രണ്ട് ഇക്വേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യും? ഒന്ന് ടോട്ടൽ ചെയ്തിടും. അപ്പൊ ഇവിടെ എത്രയാ? 1 lakh തന്നെ, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ക്യാഷിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. സ്റ്റോക്ക് ഒരു 20,000 പർച്ചേസ് ഗുഡ്സ് വഴി ഒരു സ്റ്റോക്ക് ഒരു 20,000 വന്നു. കടം വാങ്ങിയത് കൊണ്ട് ഒരു 20,000 ക്രെഡിറ്റേഴ്സ് എന്നുള്ള ലയബിലിറ്റി വന്നു. ക്യാപിറ്റലിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല, 1 lakh തന്നെ. അപ്പൊ ഈ സൈഡ് നമ്മളിത് ഇങ്ങനെ പ്ലസ് ചെയ്തിട്ടാണ് എഴുതുന്നത് കേട്ടോ, ഓരോ ഐറ്റം. അപ്പൊ 1 lakh plus 20,000, 1 lakh 20,000. ഇവിടെ 20,000 plus 1 lakh, 1 lakh 20,000. രണ്ട് സൈഡും അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആണെന്ന് വീണ്ടും പ്രൂവ് ചെയ്യപ്പെട്ടു. അപ്പൊ നമ്മൾ ഇവിടെ അതിന് നേരെ എന്ത് എഴുതാം? നമുക്ക് ന്യൂ ഇക്വേഷൻ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹8,000 ടു ഉദയൻ. അതിന്റെ അർത്ഥം എന്താണ്? ഉദയൻ എന്ന് പറയുന്ന ആൾക്ക് 12,000 നമ്മൾ സോൾഡ് ഗുഡ്സ് വിറ്റു. എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വാങ്ങിയിരിക്കുന്നത് എത്ര രൂപയ്ക്കാ? 8,000 രൂപയ്ക്കാണ്. 8,000 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് ഉദയന് 12,000 രൂപയ്ക്ക് വിറ്റു. അങ്ങനെ ഇവിടെ നമുക്ക് നമ്മള് കസ്റ്റമറുടെ പേര് പറഞ്ഞു തന്നാൽ അതിന്റെ അർത്ഥം നമ്മളത് വിറ്റിട്ടുള്ളത് ക്രെഡിറ്റ് സെയിൽസ് ആണെന്നുള്ളതാണ്. എങ്ങനെയാ വിറ്റിട്ടുള്ളത്? ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഓക്കെ, മനസ്സിലാക്കുക. അങ്ങനെ പേര് പറഞ്ഞു തന്നാൽ ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഇപ്പൊ പകരം പറയാണ് സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹8,000 ടു ഉദയൻ ഫോർ ക്യാഷ് എന്ന് പറയുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് സെയിൽസ് അല്ല. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഓക്കെ, കസ്റ്റമറുടെ പേര് പറഞ്ഞു തന്നാൽ. അപ്പോൾ നമുക്കറിയാം 8,000 രൂപയ്ക്ക് വാങ്ങിയ സാധനമാണ് നമ്മൾ 12,000 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതുകയാണ് സോൾഡ് ഗുഡ്സ് ടു ഉദയൻ. സോൾഡ് ഗുഡ്സ് ടു ഉദയൻ ട്രാൻസാക്ഷൻ എഴുതി. അപ്പൊ സോൾഡ് ഗുഡ്സ് ടു ഉദയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കടത്തിന് വിൽക്കുന്നതുകൊണ്ട് നമുക്ക് ക്യാഷ് ഒന്നും കിട്ടുന്നില്ല. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് വാങ്ങി വെച്ചിട്ടുള്ളതാണ്. ആ ഗുഡ്സ് വാങ്ങി വെച്ചിട്ടുള്ളതിന് ഒരു 8,000 രൂപ കുറയും അല്ലെ. 8,000 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ വിൽക്കല്ലേ. 8,000 രൂപ വില വരുന്ന പർച്ചേസ് 8,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് 12,000 രൂപയ്ക്ക് വിട്ടിട്ടുള്ളത്. അപ്പൊ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്തിട്ടുള്ള വിലയൊക്കെ എടുക്കണേ. അപ്പൊ പർച്ചേസ് ചെയ്തത് എത്ര രൂപയ്ക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ? 8,000 രൂപയ്ക്ക് എടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മളത് ബ്രാക്കറ്റിൽ -8,000 എന്ന് എഴുതാം. അതിന്റെ അർത്ഥം നമുക്ക് അത് കുറയ്ക്കണം എന്നല്ലേ അർത്ഥം. ഓക്കെ, കുറയ്ക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പിന്നെ വേറൊന്നും വരുന്നില്ല. ലയബിലിറ്റീസ് 8,000 രൂപയോടെ കുറഞ്ഞു നമുക്കറിയാം. പിന്നെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ വിറ്റിട്ടുള്ളത് എങ്ങനെയാണ്? കടത്തിനാണ്. അപ്പൊ കടത്തിന് വിൽക്കുമ്പോ നമ്മളുടെ ഗുഡ്സ് കടത്തിന് വിൽക്കുമ്പോ അവിടെ പുതിയ ഒരു അസറ്റ് ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മളൊരാൾക്ക് കടത്തിന് വിറ്റ് കഴിഞ്ഞാൽ ആ കസ്റ്റമറെ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്നാ വിളിക്കുക. അതായത് നമ്മൾ ഉദയന് കടത്തിന് വിറ്റ് കഴിഞ്ഞാൽ ഉദയൻ നമുക്ക് പണം തരാനുള്ള ആളാണ്. സാധനങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങി നമുക്ക് പണം തരാനുള്ള ആളുകളെ നമ്മൾ എന്താ വിളിക്കുക? ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുക. പണം തരാനുള്ളവരാണ് അവര്. അപ്പൊ പണം തരാനുണ്ടെങ്കിൽ നമ്മൾ അതൊരു അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്.
അപ്പൊ ഒരു പുതിയ അസറ്റ് അവിടെ വന്നു. എത്ര രൂപ നമുക്ക് ഉദയൻ തരണം? നമുക്കറിയാം, നമ്മൾ 12,000 രൂപയ്ക്കാണ് ഉദയൻ അത് വിറ്റിട്ടുള്ളത്. എത്ര രൂപയ്ക്കാണ് വിറ്റിട്ടുള്ളത്? ഉദയന് 12,000 രൂപയ്ക്കാണ് വിറ്റിട്ടുള്ളത്. അപ്പൊ ഉദയൻ നമുക്ക് 12,000 രൂപ തരണം. ഇനി നമുക്ക് ഇവിടേക്ക് നോക്കാം. ഇവിടെ നമുക്ക് ലയബിലിറ്റി ഒന്നും ഉണ്ടാവണില്ല. കാരണം നമ്മൾ വിൽക്കാണല്ലോ ചെയ്തേക്കണേ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പ്രോഫിറ്റ് വരുന്നതെല്ലാം 8,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ 12,000 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 4,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്, ഇല്ലേ? അങ്ങനെ പ്രോഫിറ്റ് വരുന്നതെല്ലാം ക്യാപിറ്റലിനോട് കൂടി ചേർക്കണം. അതുപോലെ തന്നെ ലോസ് വരുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണം. അങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യുക. ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രോഫിറ്റ് കൂടി ഉൾപ്പെട്ടതാണ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ്. അപ്പൊ ഇവിടുത്തെ 8,000 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള സാധനം 12,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 4,000 രൂപയാണ് അതിൽ പ്രോഫിറ്റ് വരുന്നത്. ആ 4,000 രൂപ നമ്മൾ ഏതിനോട് കൂടി ചേർക്കണം? നമ്മളുടെ ക്യാപിറ്റലിനോട് കൂടി ചേർക്കണം. അപ്പൊ എത്രയായി? വീണ്ടും ഒരു പുതിയ അക്കൗണ്ടിങ് ഇക്വേഷൻ വന്നു. ഇവിടെ 1 lakh ആണ്. ഇവിടെ 8,000 രൂപ കുറഞ്ഞു, കാരണം സ്റ്റോക്ക് കുറഞ്ഞൂല, പർച്ചേസ് ചെയ്ത്. അപ്പൊ ഇവിടെ 12,000 ആയി. ഇവിടെ 12,000 രൂപയുടെ ഡെപ്റ്റേഴ്സ് വന്നു. ഇവിടെ 20,000 തന്നെ, വ്യത്യാസം വന്നിട്ടില്ല. ഇവിടെ 1,04,000 വന്നു. ഇപ്പോ ഈ സൈഡില് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ വന്നിട്ടുള്ളത് 1,04,000 പ്ലസ് 20,000 1,24,000. ഇവിടെ 1,12,000 1,24,000. അപ്പൊ ഇതും ഈക്വൽ ആണെന്ന് തെളിഞ്ഞു. നമുക്കതിനെ ന്യൂ ഇക്വേഷൻ എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. റിസീവ്ഡ് കമ്മീഷൻ കിട്ടി. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുത്ത എന്തെങ്കിലും സർവീസിന് കിട്ടിയിട്ടുള്ളതായിരിക്കാം. അപ്പൊ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഇൻകം ആണ്. അപ്പൊ നമ്മൾ എഴുതി റിസീവ്ഡ് കമ്മീഷൻ. ഈ കമ്മീഷൻ കിട്ടാൻ നമ്മുടെ അസറ്റ് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ റിസീവ്ഡ് കമ്മീഷൻ കിട്ടുമ്പോൾ നമുക്ക് എന്തായിട്ടാണ് കിട്ടുക? ക്യാഷ് ആയിട്ടാണ് കിട്ടുക. കമ്മീഷൻ എന്തായിട്ട് നമുക്ക് കിട്ടുക? ക്യാഷ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ ക്യാഷ് കിട്ടുമ്പോ നമ്മൾ ക്യാഷില് 6,000 രൂപയാണ് കമ്മീഷൻ, 6,000 ആണ്. 6,000 രൂപ ക്യാഷ് കിട്ടിയതായിട്ട് കാണിക്കണം. സ്റ്റോക്കിൽ വ്യത്യാസം വരുന്നില്ല, ഡെപ്റ്റേഴ്സിൽ വ്യത്യാസം വരുന്നില്ല, ക്രെഡിറ്റേഴ്സിൽ വ്യത്യാസം വരുന്നില്ല. നമുക്കറിയാം നമുക്കറിയാം കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം ആണ്. വേറെ നമുക്കതിൽ ഒരു അസറ്റ് പോകണമെന്നില്ല. ആ ഇൻകം മുഴുവൻ നമുക്ക് എന്താണ്? ഒരു പ്രോഫിറ്റ് ആണ്. ആ ഇൻകം മുഴുവൻ നമുക്ക് ഒരു പ്രോഫിറ്റ് ആണ്. അപ്പൊ പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ അത് ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യണം. അപ്പൊ നമ്മളൊരു 6,000 എന്തിനോട് കൂടി ആഡ് ചെയ്തു? നമ്മൾ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് വീണ്ടും ഈ ഇക്വേഷൻ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ 1,06,000 വന്നു. ഇവിടെ 12,000 തന്നെ, ഇവിടെ 12,000 തന്നെ ഈസിക്കൽ ടു. ഇനി ഇവിടെയോ? ഇവിടെ 20,000 തന്നെ. പക്ഷെ ക്യാപിറ്റലില് 1,10,000 ആയിട്ടുണ്ട്. അപ്പൊ എത്രയാ വന്നേ? ഇവിടെ 12 × 24 1,06,000 1,30,000. ഇവിടെ 20,000 പ്ലസ് 1,10,000 1,30,000. ഈ ഇക്വേഷനും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഇതിൽ നോക്കാം. പെയ്ഡ് സാലറി 5,000 നമ്മൾ സാലറി കൊടുത്തു. സാലറി കൊടുക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ നിന്ന് ക്യാഷ് പോണു. അപ്പൊ നമ്മൾ എഴുതി വീണ്ടും പെയ്ഡ് സാലറി. അപ്പൊ സാലറി കൊടുക്കുമ്പോൾ 5,000 നമ്മളുടെ നിന്ന് ക്യാഷ് പോയി. അപ്പൊ ക്യാഷ് പോകുമ്പോൾ നമ്മൾ 5,000 കുറച്ചു. ഓക്കെ, സ്റ്റോക്കിൽ ഒരു മാറ്റവും വരുന്നില്ല, ബാക്കിയുള്ളവരൊന്നും മാറ്റം വരുന്നില്ല. ഇനി ക്രെഡിറ്റേഴ്സിനും മാറ്റം വരുന്നില്ല. പക്ഷെ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോഫിറ്റ് വരുമ്പോ നമ്മൾ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടാവുമ്പോൾ അത് ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം. ഏത് എക്സ്പെൻസ്? പർച്ചേസ് ഒഴികെയുള്ളത്. പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ സ്റ്റോക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ക്യാപിറ്റലിനെ എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ മറ്റുള്ള എക്സ്പെൻസ് ഉണ്ടാവുമ്പോൾ അത് എന്തിനെ കുറയ്ക്കുന്നുണ്ട്? പ്രോഫിറ്റിനെ കുറയ്ക്കും. മറ്റുള്ള എന്ത് എക്സ്പെൻസ് ഉണ്ടായാലും അത് എന്തിനെ കുറയ്ക്കുന്നുണ്ട്? പ്രോഫിറ്റിനെ കുറയ്ക്കുന്നു. അങ്ങനെ പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന എക്സ്പെൻസ് ഉണ്ടായാൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ഏതിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കണം? നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യാണ് കേട്ടോ. നമ്മൾ എന്താ ചെയ്യണേ? ലെസ് ചെയ്യാം. -5,000. അപ്പൊ നമ്മൾ വീണ്ടും ഇക്വേഷൻ എഴുതി. 1,06,000 5,000 കുറയുമ്പോ 1,01,000 ആയി. പിന്നെ 12,000 അങ്ങനെ തന്നെ നിൽക്കുന്നു. അടുത്ത 12,000 അങ്ങനെ തന്നെ നിൽക്കുന്നു.
20,000 ക്രെഡിറ്റേഴ്സും അങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷെ ക്യാപിറ്റലില് 1 lakh എത്രയായി മാറിയത്? 1,05,000 ആയി മാറി. ഇപ്പൊ നമുക്ക് നോക്കാം, 1,05,000 20,000 ആണ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അത് 1,25,000. 1,01,000 പ്ലസ് 24,000, 12,000 പ്ലസ് 12,000, 1,25,000. അപ്പോഴും മനസ്സിലായി ഇക്വേഷൻ ഈക്വൽ ആണ്. അപ്പൊ നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ മുഴുവൻ കണ്ടു, നമ്മൾ മുഴുവൻ എഴുതി. ഏതെഴുതിയാലും നമുക്ക് മനസ്സിലായി അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. ഇതെല്ലാ എക്സാമിനും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു സെഷനുമായി കാണും വരേക്ക് ഗുഡ് ബൈ.